മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാകാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നിങ്ങൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. പെരുമാറ്റം എപ്പോഴും അറിവിനേക്കാൾ വലുതാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പെരുമാറ്റത്തിന് എപ്പോഴും ആ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഭക്തരെ, അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ വിജയിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിക്കുന്നത്. ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും. നിങ്ങളുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകാതിരിക്കുക. ജീവിതമാണ്. പല വിധത്തിലുള്ള ആളുകളെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും. ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലർ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തിക്കളയും. ഭക്തരെ, മനുഷ്യഹൃദയം വിചിത്രമായ ഒരു തടവറയാണ്. അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക. നിങ്ങളുടെ സംസാരം ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാതിരിക്കുക. ആർക്കും ശല്യമാകാതെ സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആകണമെന്നില്ല. കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ്. യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത്. ഭക്തരെ, മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരാൾ നിങ്ങളോട് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ ചേർത്തു പിടിക്കണം. കാരണം അവർക്ക് നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടതാണ്. സന്തോഷങ്ങൾ നമ്മൾ ആരോട് വേണമെങ്കിലും പങ്കുവെക്കും. എന്നാൽ നമ്മുടെ വിഷമങ്ങൾ അത്രയും പ്രിയപ്പെട്ടവരോട് മാത്രമേ പങ്കുവെക്കൂ. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1. ആരോടും എല്ലാം പറയരുത്. 2. ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. ഭക്തരെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. നിരന്തരമായ പരിശീലനമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഭക്തരെ, അനാവശ്യമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതിയും അതോടെ അവസാനിക്കും. സ്നേഹം ഒരു ബന്ധമായി മാറുമ്പോൾ അത് ബന്ധനമായി തീരുന്നു. സ്നേഹം ഒരവസ്ഥയായി മാറുമ്പോൾ അത് സ്വാതന്ത്ര്യമായി തീരുന്നു. പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ മറ്റുള്ളവരെയല്ല സ്നേഹിക്കുന്നത്, അവരെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്.
ഭക്തരെ, അഗാധമായ സ്നേഹം, അന്ധമായ വിശ്വാസം, അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാദുഃഖത്തിലേക്കുള്ള പാതകളായി മാറും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടറി വീഴാതെ, താർച്ചയറിയാതെ, കണ്ണ് നിറയാതെ, ഉള്ളുവിങ്ങാതെ, തോറ്റുപോകാതെ ജീവിതമെന്ന അധ്യായം പൂർണ്ണമാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഒറ്റയ്ക്കാണ് എന്ന് കരുതി തോറ്റുകൊടുക്കരുത്. ഓർക്കുക, ഒറ്റയ്ക്ക് ഓടിയവരാരും തോറ്റുപോയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകും. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. ഭക്തരെ, ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക, അതിൽ നന്ദിയുള്ളവരായിരിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.